ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. ഇന്ന് നമുക്കൊരു പോളയുടെ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്താലോ. അപ്പോൾ ഈ ഒരു പോള ഉണ്ടാക്കിയെടുത്താൽ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഒറ്റ സ്നാക്ക് മാത്രം മതി, വേറെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല നോമ്പ് തുറക്കുന്ന സമയത്തായാലൊക്കെ. അപ്പോൾ ഇത് നമ്മളിന്ന് ഇവിടെ റെഡിയാക്കി എടുക്കാനായിട്ട് പോകുന്നത് പഫ്സ് പോളയാണ്. പഫ്സിൻ്റെ അതേ ടേസ്റ്റിൽ, മുട്ട പഫ്സിൻ്റെ അതേ ടേസ്റ്റിലുള്ള ഒരു പോള റെസിപ്പിയാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ചിക്കനോ ബീഫോ ഒന്നും വേണ്ട, മുട്ട ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട്, മുട്ടയും ബ്രെഡും വേണം കേട്ടോ. ബ്രെഡ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന പോളയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നത് നമുക്കത് നേരെ വീഡിയോയിലൂടെ കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം ഞാനൊരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ അതിലേക്ക് സവാള അരിഞ്ഞത് സവാള നീളത്തിൽ അരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള സവാള എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാനിൻ്റെയൊക്കെ വലുപ്പത്തിനനുസരിച്ച് നിങ്ങൾ എടുക്കുക. അപ്പോൾ ചെറിയ പാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 സവാളയ്ക്ക് മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം വലിയ പോള ആയതുകൊണ്ടാണ് 3 എടുത്തത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ചെറുതാണെങ്കിൽ ഇത്ര അളവ് വേണ്ട. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 2 തണ്ട് കറിവേപ്പില ഇതുപോലെ അങ്ങനെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറും കൂടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 വെളുത്തുള്ളി ഉണ്ടല്ലോ, വലിയ 2 ചെറിയ ഇതുണ്ടല്ലോ അല്ലി, 2 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ ഇഞ്ചി ചതച്ചത് 1 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ റോ സ്മെല്ല് മാറുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെറിയ പോളയ്ക്കാണെന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് തന്നെ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലിട്ടാണ് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് കാശ്മീരി അല്ല, അപ്പോൾ 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി പോകണ്ട കേട്ടോ, 1/2 ടീസ്പൂൺ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഈ ഒരു ഇതുണ്ടല്ലോ മസാല കുറച്ചൊന്നൊരു അയവിൽ ഒരു ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടിപ്പോവണ്ട, ജസ്റ്റ് ഒന്ന് അത് നല്ലൊരു പേസ്റ്റ് രൂപത്തിലുള്ള ഒരു മസാലയായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതും വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഉപ്പിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ 4 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതാണ്. അതിങ്ങനെ ഒരു 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഉടയാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ 4 എണ്ണമാണ് എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചെറിയ പോളയാണെന്നുണ്ടെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു 4 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നമ്മൾ ഏത് സോസ് പാനിലാണോ പോള ഉണ്ടാക്കിയെടുക്കുന്നത് അതിനനുസരിച്ചാണ് ഈ മുട്ടയുടെ അളവൊക്കെ. അപ്പോൾ ചെറുതാണെങ്കിൽ 3 എണ്ണം എടുത്താൽ മതി. ചിലപ്പോൾ എനിക്ക് ഒന്നുകൂടെ ആവശ്യമായിട്ട് വരും. ഞാൻ ഇതിലേക്ക് ഒരു 1/2 കപ്പ് പാല് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിലപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്നുകൂടെ എടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ എൻ്റേത് അത്യാവശ്യം വലിയ സോസ് പാൻ ആയതുകൊണ്ടാണ്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതിലേക്ക് എടുക്കുന്ന ബ്രെഡിൻ്റെ അളവായാലും എല്ലാം നമ്മുടെ ആ ഒരു സോസ് പാനിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ്, കറക്റ്റ് പറയാൻ കഴിയില്ല. അപ്പോൾ വലുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക, ചെറുതാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഞാൻ ഇപ്പോൾ ആദ്യം ഒരു 10 ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഇനി എത്ര വേണം എന്നൊക്കെ ഇപ്പോൾ ഇതിലാറെ എന്തായാലും വേണ്ടി വരും. ഇത് അത്യാവശ്യം വലിയ സോസ് പാൻ ആയതുകൊണ്ട് തന്നെ അതിലാറെ വേണ്ടി വരും. അപ്പോൾ ഞാൻ അതിൻ്റെ അരിവാശമൊക്കെ കളഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ വേണമെങ്കിൽ പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഞാനിതിൻ്റെ ആ സോസ് പാന് മൊത്തത്തിലൊന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിൽ വെച്ചിട്ട്. എന്നിട്ട് ഓരോ ബ്രെഡ് സ്ലൈസും ഈ ഒരു മുട്ടയുടെ മിക്സിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക. ഈ ഒരു സോസ് പാനിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ കയറ്റിയിട്ട് വെച്ച് കൊടുക്കുക, നമ്മളെ മസാല ഫില്ലിങ് അതിൻ്റെ സെൻറ്ററിലായിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഓരോ ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്തിട്ട് വേണം ഇതിങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ ഓരോ ഗ്യാപ്പിലും ഇങ്ങനെ ബ്രെഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എല്ലാം വെച്ച് കൊടുത്തപ്പോൾ ഏകദേശം 10 ബ്രെഡ് സ്ലൈസ് ഇതുപോലെ കവർ ചെയ്യാൻ തന്നെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു പാക്കറ്റ് ബ്രെഡ് എന്തായാലും ഈ ഒരു പോളയിലേക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് എടുക്കുക.
എല്ലാ ഭാഗവും ഫില്ല് ചെയ്യുന്ന രീതിയിൽ വേണം കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ പോർഷനിലും ഇതുപോലെ വെച്ച് കൊടുക്കുക. സൈഡിലൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് സെൻറ്റർ പോർഷനിലെല്ലാം കവർ ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, മുട്ടയുടെ മുട്ടയുള്ളിലേക്കുള്ള മിക്സ്, അതെല്ലാ ഭാഗത്തേക്കും വെച്ച് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഫുള്ളായിട്ട് അത് നിരത്തി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള 10 സ്ലൈസ് ബ്രെഡ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 10 വേണ്ടി വരും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ഒരു പാക്കറ്റ് ബ്രെഡ് മൊത്തത്തിൽ ഇതിന് വേണ്ടി വരുമെന്ന്. അത് അത്യാവശ്യം വലിയ പാനായതുകൊണ്ട്, ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 9 10 ഒക്കെ മാക്സിമം മതിയാവും. അപ്പോൾ അത് ചെയ്ത് കൊടുത്തിട്ട് ഇനി ഇതിൻ്റെ മേലെ ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് കൂടെ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ടയും കുറച്ച് പാലും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഇതിൽ തികയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടെ ടോട്ടൽ 5 മുട്ടയും അതുപോലെ ഏകദേശം ഒരു 3/4 കപ്പിൻ്റെ അടുത്ത് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഈ ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഇങ്ങനെ ചെറിയ ഹോളുള്ള ഭാഗത്തൊക്കെ വീണ്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് കൊടുക്കുക. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ ആക്കിയെടുക്കണം, ഒരേ ലെവലിലേക്ക് ആക്കിയെടുക്കണം. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ആ മുട്ടയുടെ മിക്സ് ഞാൻ അതിൻ്റെ മേലെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവിടെ കിട്ടും. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം കൂടെ അവിടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. എല്ലാ ഭാഗവും ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ ഡെക്കറേഷന് നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലി ഇല വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ തക്കാളി വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ക്യാരറ്റ് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ചുമ്മാ പച്ചമുളക് വെച്ചിട്ട് ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇങ്ങനെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് സവാള റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് അതും ചുമ്മാ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അത്ര ഭംഗിയൊന്നും ഇല്ലെങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഭംഗിയാക്കി എടുക്കാൻ നോക്കുകയാണ്. ചെറിയൊരു ഡെക്കറേഷൻസ് ഞാൻ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഏത് രീതിയിലാണ് വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ സവാള ചെറുതായിട്ട് റൗണ്ടിൽ അരിഞ്ഞതും കൂടെ അതിൻ്റെ സെൻറ്ററിലൊക്കെ ആയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം ഡെക്കറേഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്ത്, അപ്പോൾ ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 1 മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം അടിയിൽ വേറൊരു തട്ട് വെക്കുക, കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പഴയൊരു പാൻ വെക്കുകയാണ് ഞാൻ. അപ്പോൾ അതിൻ്റെ മേലായിട്ട് ഇത് വെച്ച് കൊടുത്തിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി. ഏകദേശം ഒരു 30-45 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും കേട്ടോ. എനിക്ക് ഏകദേശം 45 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്താ കുക്കായി എന്നുള്ളതിൻ്റെ അർത്ഥം മേൽഭാഗം ഒന്നും ഒട്ടാതെ ഒന്ന് പൊങ്ങിയിട്ട് വരും. മുട്ടയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ ഒന്ന് പൊങ്ങി വരും. ആ ഒരു സമയമാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ബേക്കായി നടക്കും. അപ്പോൾ ഞാൻ വേറൊരു പാനിൽ കുറച്ച് ഓയിലൊന്ന് ഗ്രീസ് ചെയ്തിട്ട് അതിലേക്ക് ഇത് കമഴ്ത്തി കൊടുക്കുകയാണ്. ആ ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ട്. അടിഭാഗമൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം ജസ്റ്റ് ഒന്ന് കളർ ചേഞ്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത്. നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല കേട്ടോ, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചാൽ മതി. അപ്പോൾ തന്നെ ഓഫാക്കാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഞാനിത് കട്ട് ചെയ്തിട്ടൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇത് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അടിപൊളി പോള ഇവിടെ റെഡി ആയിട്ടുണ്ട്, പഫ്സ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോള റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കൂടെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിനുള്ളിൽ ആ ഫില്ലിങ്ങും എല്ലാം കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പോളായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും എത്രത്തോളം സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു പോള ഇരിക്കുന്നതെന്ന്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഇതിന് ഒരു പീസ് തന്നെ ഒരാൾക്ക് മതിയാവും. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക്